എൻ്റെ പേര് സിന്ധു എന്നാണ്. കോൺഫിഡൻറ്റ് ലോട്ടസിലെ 1003 നമ്പർ ഫ്ലാറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തത് കർമ്മ ഇൻറ്റീരിയേഴ്സ് ആണ്. അതിൻ്റെ പ്രൊപ്രൈറ്റർ ശ്രീ നിതീഷിനെ ഞാൻ പരിചയപ്പെടുന്നത് ഫ്ലാറ്റിൻ്റെ താക്കോല് ചടങ്ങിൽ അന്ന് ഒരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം നിതീഷിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് നമുക്ക് അങ്ങനെ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടിയെങ്കിലും നമ്മൾ അവസാനം എത്തിച്ചേർന്ന് ധാരാളം വർക്കുകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് നിതീഷിൻ്റെ കർമ്മ ഇൻറ്റീരിയേഴ്സിനാണ് നമ്മൾ വർക്ക് ഏൽപ്പിക്കുന്നത്. 1 വർഷം മുന്നെയാണ് ഏൽപ്പിക്കുന്നതെങ്കിലും വർക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നത് കുറച്ച് താമസിച്ച് തന്നെയാണ്. നമ്മൾ താമസം മാറാൻ ഉദ്ദേശിച്ചിരുന്നു ഓണത്തിനോട് അടുത്ത്, അങ്ങനെ ഒരു സമയത്താണ്. അപ്പോൾ അന്ന് ഞാൻ നിതീഷിനോട് പറഞ്ഞത് നമുക്ക് ഹാപ്പിനെസ് തോന്നണം, സിമ്പിളായിരിക്കണം, എന്നാൽ എലഗൻറ്റ് ഫീലും വേണം. അങ്ങനെ ഒരു രീതിയിലാണ് ഇൻറ്റീരിയർ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എൻ്റെ ഒരു ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ലിവിങ്ങിന് പറ്റിയ ഒരു സ്പേസാണ് നിതീഷ് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നിതീഷിൻ്റെ ടീമിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇൻറ്റീരിയർ വർക്ക് വളരെ മനോഹരമാണ്. സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതും ഒക്കെ നല്ലതാണ്, നല്ല രീതിയിലുള്ളതാണ്. അത്രയ്ക്ക് നല്ല വർക്കാണത്. മുറിക്കുള്ളിലെ തടിയുടെ പണികളെല്ലാം മനോഹരമായിരിക്കുന്നു. കട്ടിലിൽ ഇട്ടിരിക്കുന്നതും എല്ലാം ഭംഗിയുള്ളതും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക വണ്ണവുമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഈ നാട്ടുകാരിയല്ല, ഇവിടെ പരിചയക്കാരെനിക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പം എന്നെ സംബന്ധിച്ചോളം നിതീഷ് ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു. നിതീഷ് വീടിൻ്റെ കാര്യങ്ങൾ ഒരു കമ്പനി ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ കമ്പനി എന്നുള്ള രീതിയിലല്ല കണ്ടത്. നമ്മുടെ അടുത്തൊരു സുഹൃത്തും ബന്ധുവുമൊക്കെ എന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളിലും നിതീഷ് ഇടപെട്ടിട്ടുള്ളത്. എല്ലാത്തിൻ്റെ കാര്യങ്ങളിലും ഫങ്ഷനൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും അറേഞ്ച് ചെയ്ത് തരുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ആ ഒരു രീതിയിലും നിതീഷും കർമ്മ ഇൻറ്റീരിയേഴ്സും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിതീഷിൻ്റെ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ആയിരുന്നത് രാകേഷായിരുന്നു. രാകേഷിൻ്റെ ഒരുപാട് സഹായങ്ങൾ, കാരണം ഇൻ ടൈമിൽ ആൾക്കാരെ എത്തിച്ച് പണി ചെയ്യിപ്പിച്ച് തീർക്കുക എന്നുള്ളത് അതൊക്കെ ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയായിട്ടാണ് തോന്നിയത്. പരിപൂർണമായും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നിതീഷിനോട് ഞാൻ ഒരുപാട് കടപ്പാടുണ്ട്. കാരണം ഞാൻ ഇവിടെ അല്ല താമസിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊന്ന് വർക്ക് ഒന്ന് നോക്കാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. ഏറ്റവും അവസാന വർക്ക് നിമിഷങ്ങളിൽ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിയത് നിതീഷ് തന്നെയാണ്. അപ്പോൾ നിതീഷിനോടുള്ള നന്ദി അതെല്ലാ കാലത്തും ഉണ്ടായിരിക്കും.